ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിനേഷന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ പാർട്ട് 1 ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പോയിട്ട് കാണാം. വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം. അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഓർഡർ വൈസ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവാണ്. അപ്പോൾ ആദ്യത്തെ കുറച്ച് 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ചെയ്തു. ഇന്ന് ഈ ഒരു ഇതിനകത്ത് ബാക്കി ക്വസ്റ്റ്യൻ നമ്പർ 6 to ക്വസ്റ്റ്യൻ നമ്പർ 15 വരെയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, what is FSSAI stands for? അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് FSSAIയുടെ ഫുൾ ഫോം നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ നമുക്ക് വളരെ എളുപ്പം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ, Fire Safety and Security Association of India. Option B, Food Safety and Standard Authority of India. Option C, Fire Safety and Standard Arrangement Incorporation. And option D, Food Safety and Security Association of India. ഇതിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 2 ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. ഫയർ സേഫ്റ്റി എന്നുള്ളത് അല്ലെ, ആക്ച്വലി നമ്മൾ എല്ലാ ഫുഡ് പ്രോഡക്ട്സിന്റെ ബാക്കിലും നമ്മൾ നോക്കാറുള്ള ഒരു കാര്യമാണ് FSSAI ഈ ഒരു മുദ്ര ഉണ്ടോ എന്ന്. നമ്മൾ എല്ലാ ഇപ്പോഴും ഫുഡ് പ്രോഡക്ട്സിന്റെ ബാക്കിൽ നമ്മൾ ഈ ഒരു ചിഹ്നം ഉണ്ടാകുന്ന ശ്രദ്ധിക്കാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു ഫുഡ് സേഫ്റ്റിയുമായിട്ട് റിലേറ്റഡ് ആണ്, ഫയർ സേഫ്റ്റി അല്ല. അങ്ങനെ തന്നെ നമുക്ക് 2 ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കളയാം. ഇനി ബാക്കിയുള്ള 2 ഓപ്ഷൻ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ആണോ ഫുഡ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി അസോസിയേഷൻ ആണോ എന്നുള്ളതാണ് നെക്സ്റ്റ്. അപ്പോൾ ഫുഡ് സേഫ്റ്റിനോട് അനുബന്ധിച്ച് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെ, നമ്മുടെ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് നമ്മളത് കേട്ടിട്ടുണ്ട്. ഫുഡ് സേഫ്റ്റിക്ക് പല പല ലെവൽസ്, ക്വാളിറ്റി ലെവലുകൾ, സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം മെഷർ ചെയ്യുന്ന ആൾക്കാരാണ് ആര്, FSSAIയിൽ വരുന്നവർ. അതായത് ആക്ച്വലി ദിസ് സ്റ്റാൻഡ്സ് ഫോർ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. 7, identify the correct group of stimulating constituents present in tea. ടീയിൽ അടങ്ങിയിരിക്കുന്ന സ്റ്റിമുലേറ്റിംഗ് കോൺസ്റ്റിറ്റ്യുവൻസ് ഏതാണ് എന്നുള്ള ഇതിൽ തന്നിരിക്കുന്ന ഗ്രൂപ്പ് ഏതാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കറക്റ്റ് ഓർഡറിൽ നമ്മൾ കണ്ടുപിടിക്കുക. അതിൽ തിയോബ്രോമിൻ, ട്രൈഫെലിൻ ആൻഡ് കാറ്റക്കോൾ. ഓപ്ഷൻ ബി, കഫീൻ, ട്രൈക്കാന്റനോൾ, ട്രൈമീഥൈലമൈൻ. ഓപ്ഷൻ സി, തിയോനൈട്രൈൽ, കാഫിക്കോൾ ആൻഡ് തിയോഫൈലിൻ. ഓപ്ഷൻ ഡി, കഫൈൻ, തിയോബ്രോമിൻ ആൻഡ് തിയോഫൈലിൻ. ഇതിനകത്ത് നമുക്ക് ഒരു കറക്കി കുത്തോ അല്ലെങ്കിൽ എലിമിനേഷൻ മെത്തേഡോ ട്രൈ ചെയ്യാനായിട്ട് പറ്റില്ല. കുറച്ച് നമ്മളൊന്ന് നമ്മുടെ ഐഡിയാസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇത് ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ കുറച്ചെങ്കിലും ആർക്കെങ്കിലും അറിയാമെങ്കിൽ, നമ്മൾ പണ്ട് തൊട്ടേ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തൊട്ട് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് കഫീൻ കണ്ടന്റ് ടീ ആൻഡ് കോഫിക്കകത്ത് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം കഫീൻ എന്തായാലും ടീ അല്ലെങ്കിൽ കോഫിനകത്ത് വരും. അപ്പൊ നമുക്ക് ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും ഉള്ളത് നമുക്ക് ഇതിൽ നിർത്തിയിട്ട് ബാക്കി 2നെയും എലിമിനേറ്റ് ചെയ്തങ്ങ് മാറ്റാനായിട്ട് സാധിക്കും. പിന്നെയുള്ളതിനകത്ത് നിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് തിയോബ്രോമിൻ ആൻഡ് തിയോഫൈലിൻ. ആക്ച്വലി ഇതാണ് ആൻസർ. അപ്പൊ ബാക്കിയുള്ളതിൽ നിന്ന് ഇപ്പൊ നമുക്ക് ഓർത്ത് വെക്കുക എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. നമുക്കൊരു ഐഡിയ പരമായിട്ട് നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ സുഖമായിട്ട് ഐഡന്റിഫൈ ചെയ്യാം. ഈ ഒരു 2 എണ്ണത്തിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം കൂടെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. Next question. Acceptable daily intake level of additives is derived from following.
അപ്പം നമ്മുടെ നോർമൽ ഒരു ഡെയിലി ഇൻടേക്ക് എന്ന് പറയുന്ന എന്തെങ്കിലും നമ്മൾ അഡിറ്റീവ്സ്, അതിപ്പോൾ ഏതെങ്കിലും ഫ്ലേവറിങ് ഏജന്റ് ആവാം, അല്ലെങ്കിൽ കളേഴ്സ് നമുക്ക് കൊടുക്കുന്ന ഏതെങ്കിലും പ്രിസർവേറ്റീവ്സ് ആവാം, എന്താണെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യുന്ന അഡിറ്റീവ്സിന്റെ ലെവൽ ഡെയിലി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണ് നമുക്ക് അക്സെപ്റ്റബിൾ ആവുന്നത്, എത്ര ലെവലിന് എബോവ് ആണെങ്കിലും നമുക്ക് അത് അക്സെപ്റ്റബിൾ അല്ല, അല്ലെങ്കിൽ ഏതൊരു ഇതിലാണ് നമ്മൾ അതങ്ങനെ പറയുന്നത്. നമുക്ക് ഓപ്ഷൻ വെച്ചിട്ട് ആൻസർ നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ, no observed adverse effect level of compound and uncertainty factor. Option B, level at which toxicity may not occur in humans. Option C, levels likely to be used in foods. Option D, chemical nature of the compound. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ ഡി നമുക്ക് എൻറ്റയർ ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. കാരണം കെമിക്കൽ നേച്ചർ അല്ല, നമ്മളിപ്പോൾ അക്സെപ്റ്റബിൾ ഡെയിലി ഇൻടേക്ക് എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് കെമിക്കൽ നേച്ചർ വെച്ചിട്ടല്ല നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്, അത് എത്രത്തോളം നമ്മുടെ ബോഡിയിൽ എത്തുന്നു എന്നുള്ള കാരണമാണ് നമ്മൾ നോക്കുന്നത്. അതിന്റെ ടോക്സിസിറ്റി അത് നമ്മുടെ ബോഡിയായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു. അപ്പൊ അതിനകത്ത് നമ്മൾ കെമിക്കൽ നേച്ചർ അല്ല നോക്കുന്നത്. ലെവൽസ് ലൈക്ലി ടു ബി യൂസ്ഡ് ഇൻ ഫുഡ്സ്, അപ്പൊ എല്ലാ ഫുഡ്സിലും ഒരേ ലെവലിലല്ല നമ്മൾ അഡിറ്റീവ്സ് ആഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സി ഓപ്ഷനും റിമൂവ് ചെയ്യാം. പിന്നെ നമ്മുടെ ഇതിനകത്തിരിക്കുന്നത് രണ്ട് ഓപ്ഷൻ ആണ്. നോ ഒബ്സർവ്ഡ് അഡ്വേഴ്സ് എഫക്ട് ലെവൽ ഓഫ് കോമ്പൗണ്ട് ആൻഡ് അൺസർട്ടനിറ്റി ഫാക്ടർ. നമുക്കത് ഇൻടേക്ക് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു തരത്തിലുള്ള അഡ്വേഴ്സ് ഇഫക്റ്റും സംഭവിക്കുന്നില്ല. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത്. സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത് ലെവൽ അറ്റ് വിച്ച് ടോക്സിസിറ്റി മേ നോട്ട് ഒക്കർ. ഒരു അഡ്വേഴ്സ് ഇഫക്റ്റ് എന്ന് പകരം അവർ യൂസ് ചെയ്തത് ടോക്സിസിറ്റി ഉണ്ടാവുന്നില്ല, എന്തെങ്കിലും ചെറിയ സൈഡ് ഇഫക്റ്റ് ഉണ്ടാവാം എന്നത് നമുക്ക് അതിൽ നിന്ന് മീൻ ചെയ്തെടുക്കാം ഈ ഒരു സെന്റൻസിൽ നിന്ന്. അതുകൊണ്ട് നമുക്ക് അതും അവോയ്ഡ് ചെയ്തിട്ട് ഓപ്ഷൻ എയുടെ കൂടെ തന്നെ പോവാം. ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഐഡന്റിഫൈ ദ ക്ലസ്റ്റർ ഓഫ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ഫോർ ഹ്യൂമൻസ് ഫ്രം ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ ഇതിനകത്ത് ഓപ്ഷൻ എ മിറിസ്റ്റിക്, അറാക്കിഡോണിക് ആൻഡ് കാപ്രിക് ആസിഡ്. ഓപ്ഷൻ ബി ലിനോലെനിക്, ലിനോലീക് ആൻഡ് അറാക്കിഡോണിക് ആസിഡ്. സ്റ്റെറിക്, മാലിക് ആൻഡ് അസെറ്റിക് ആസിഡ്. ലിനോലെനിക്, സ്റ്റെറിക് ആൻഡ് കോളിക് ആസിഡ്. ഇതിൽ നമുക്ക് എസെൻഷ്യൽ ഫാറ്റി ആസിഡിൽ വരുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ലിനോലെനിക്, ലിനോലിക് ആൻഡ് അറാക്കിഡോണിക് ആസിഡ് ആണ് നമ്മുടെ ബോഡിയിൽ തന്നെത്താനെ സിന്തസൈസ് ചെയ്യാൻ പറ്റാത്ത ഫാറ്റി ആസിഡിന്റെ ഗ്രൂപ്പ്. എല്ലാം ഇതിനകത്ത് ഇതിനകത്ത് അറാക്കിഡോണിക് വരുന്നുണ്ട്, ഇതിനകത്ത് ലിനോലിനിക് വരുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് എടുക്കാൻ പറ്റാത്തതിന്റെ കാരണം ഓൾ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. അതുകൊണ്ട് ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, aseptic packaging refers to. Aseptic packaging എന്ന് പറയുന്നത് എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്? Use of sterile packaging containers, heating the food to make it sterile and then pack, packaging sterile food in sterile atmosphere in sterile packaging. Option D, using ultra high temperature for processing. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് aseptic എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെറൈൽ കണ്ടീഷനിലുള്ള പാക്കേജിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് യൂസ് ഓഫ് സ്റ്റെറൈൽ പാക്കേജിംഗ് കണ്ടെയ്നേഴ്സ് പിന്നെ പാക്കേജിംഗ് സ്റ്റെറൈൽ ഫുഡ് രണ്ട് ഓപ്ഷൻ നമുക്ക് ഈ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് കറക്റ്റ് ഓപ്ഷൻ എടുക്കാം. പാക്കേജിംഗ് സ്റ്റെറൈൽ ഫുഡ് ഇൻ സ്റ്റെറൈൽ അറ്റ്മോസ്ഫിയർ ഇൻ സ്റ്റെറൈൽ പാക്കേജിംഗ്. അതായത് സ്റ്റെറൈൽ അറ്റ്മോസ്ഫിയറിൽ വെച്ചിട്ട് സ്റ്റെറൈൽ ആയിട്ടുള്ള പാക്കേജിങ്ങിനെയാണ് അസെപ്റ്റിക് പാക്കേജിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സി ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് കറക്റ്റ് ഡെഫിനേഷനോടുകൂടെ അസെപ്റ്റിക് പാക്കേജിങ്ങിന് ഓപ്ഷൻ കിട്ടി. Next question, the latest indicator organism for proper pasteurization is. അതായത് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രോപ്പർ പാസ്ചറൈസേഷന്റെ ഇൻഡിക്കേറ്റർ ഓർഗാനിസം ഏതാണെന്നാണ്. ഓപ്ഷൻ എ കോക്സിയല ബർണറ്റി, ഓപ്ഷൻ ബി മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്, ഓപ്ഷൻ സി ബാസിലസ് ആന്ത്രാസിസ് ആൻഡ് ഓപ്ഷൻ ഡി FMD വൈറസ്. അപ്പോൾ ഇതാണ് ഓപ്ഷൻസ്. ആക്ച്വലി പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കോൺസിക്യൂട്ടീവ് ഡേയ്സിൽ നമ്മൾ ടെമ്പറേച്ചർ കൊടുത്ത് സ്റ്റെറിലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ
ഹൈ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ബാക്ടീരിയാസും തന്നെ കില്ലാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതിലാണെങ്കിൽ ഈ ഹൈ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഇൻഡിക്കേറ്റർ ഓർഗാനിസം എന്ന് പറയുന്നത് ഈ ഒരു ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് സ്റ്റെറൈൽ ആയിട്ടില്ല, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഏതൊരു ബാക്ടീരിയം ആണോ ഇൻഡിക്കേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്, അപ്പോൾ അതിനെയാണ് നമ്മൾ ആ ഒരു ബാക്ടീരിയത്തിനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക. ദേ ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹയർ ടെമ്പറേച്ചർ. അപ്പോൾ അവർക്ക് ഹയർ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ അവർ ഇൻഡിക്കേറ്റർ ഓർഗാനിസം, ഇപ്പോൾ പാസ്ചറൈസേഷൻ ഇൻഡിക്കേറ്റർ മീൻസ് ദേ ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ ഹയർ ടെമ്പറേച്ചറിൽ നമ്മൾ പാസ്ചറൈസ് ചെയ്തതിന് ശേഷം ആ ഒരു ഓർഗാനിസത്തിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇഫ് ഇറ്റ് ഈസ് നെഗറ്റീവ്, നമ്മുടെ ചെയ്ത പ്രോസസ്സ് സ്റ്റെറൈൽ ആയിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. സോ the latest indicator organism for proper pasteurization is Coxiella burnetii. Okay. Next question. 12th question. Rasgulla is prepared using option A paneer, option B chana, option C coa, and option D condensed milk. ഈ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ ബി ഓപ്ഷൻ ആണ് ആൻസർ എന്ന് ഞാൻ പറയുവാണ് ആക്ച്വലി, ബിക്കോസ് ഇത് ചനയല്ല. ചന നമുക്ക് ഹിന്ദി വേർഡ്, ചിക്പിയുടെ ഹിന്ദി വേർഡ് ആയിട്ട് നമ്മൾ ചന എന്ന് യൂസ് ചെയ്യും. ആക്ച്വലി ഇറ്റ്സ് നോട്ട് ചന. ചന ഇറ്റ്സ് കോൾഡ് ആസ് ചെന ഓർ സെന. സെന എന്നും വായിക്കാം നമുക്കിതിനെ. ഓക്കെ, സെന എന്ന് വായിക്കാം. ടൈപ്പ് ഓഫ് കേർഡ്, കേർഡാണിത്. ചീസ് കേർഡ് എന്നൊക്കെ പറയും. ആക്ച്വലി ദിസ് ചീസ് കേർഡ് ഈസ് യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് രസഗുല്ല. രസഗുല്ല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കേർഡ് ആണ്. അതിൽ നമ്മുടെ കേർഡ് നിന്ന് വേ മാറ്റി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ബാക്കിയുള്ള പോർഷനാണ് ഈ ചന അല്ലെങ്കിൽ സെന എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് രസഗുല്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഒരിക്കലും അത് നമ്മുടെ ചിക്പി ചനയായിട്ട് മിസ്റ്റേക്ക് ചെയ്യരുത്. അപ്പോൾ പെട്ടെന്ന് ഒരാൾ ഓർക്കും കടല, ചെന അല്ലെങ്കിൽ ചിപ്പി എന്ന് ഓർത്തിട്ട് ആ ഒരു ഓപ്ഷൻ മാറ്റി ബാക്കിയുള്ള ഒരു ഓപ്ഷനിൽ നോക്കാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ്സ് നോട്ട് ചന, ചെന. ഓക്കെ. 13th question. Aseptic packaging is used after which among the following process method? അപ്പോൾ ഈ താഴെ കാണിക്കുന്ന പ്രോസസ്സിനകത്ത് ഏത് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അസെപ്റ്റിക് പാക്കേജിംഗ് യൂഷ്വലി ചെയ്യുന്നത്? ഓപ്ഷൻ എ പാസ്ചറൈസേഷൻ, ഓപ്ഷൻ ബി UHT pasteurization, option C freezing, option D drying. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമലി അസെപ്റ്റിക് പാക്കേജിംഗ് ചെയ്യുന്നത് ഹയർ ടെമ്പറേച്ചറിൽ വെച്ച് സ്റ്റെറിലൈസ് ചെയ്യുന്ന ഒരു കാര്യത്തിനെയാണ് അസെപ്റ്റിക് പാക്കേജിങ്ങിലോട്ട് കൊണ്ടുപോകുന്നത്. ഫ്രീസിങ് ചെയ്യുമ്പോഴും നോർമലി ചെറിയൊരു മോയ്സ്ചർ കണ്ടന്റിനുള്ള സാധ്യതയുണ്ട്. സോ അസെപ്റ്റിക് പാക്കേജിംഗ് എത്രത്തോളം പോസിബിൾ ആകും എന്നറിയില്ല. നെക്സ്റ്റ് ഡ്രൈയിങ്, സെയിം കണ്ടീഷൻ തന്നെ. ഡ്രൈയിങ് കേസിനകത്ത് നമുക്ക് അസെപ്റ്റിക് പാക്കേജിന്റെ കാര്യമില്ല. നെക്സ്റ്റ് പാസ്ചറൈസേഷൻ. പാസ്ചറൈസേഷൻ UHT പാസ്ചറൈസേഷൻ, രണ്ടും പാസ്ചറൈസേഷൻ തന്നെയാണ്. വ്യത്യാസം ഇത്രയേ ഉള്ളൂ. അൾട്രാ ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്യുന്ന ഒരു പാസ്ചറൈസേഷൻ ആണ് UHT പാസ്ചറൈസേഷൻ, അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസേഷൻ. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്യുന്നു എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ 13th ഓപ്ഷൻ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസേഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Water percentage of cow milk is approximately option A 80%, option B 90%, option C 87%, and option D 50%. അപ്പോൾ വാട്ടർ പെർസെൻറ്റേജ്, കൗസ് മിൽക്കിലുള്ള വാട്ടർ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നോർമലി ഓപ്ഷൻ സി 87% ആണ് വാട്ടർ കണ്ടന്റ്. 15th question. Which among the following practice reduce the occurrence of mastitis? Option A feeding concentrate, option B urea molasses lick, option C teat dipping, and option D automatic water bowl. അപ്പോൾ ഇതിൽ ഏതൊരു പ്രോസസ്സാണ്, താഴെ 4 പ്രോസസ്സ് തന്നിട്ടുണ്ട്. ആ പ്രോസസ്സിനകത്ത് മാസ്റ്റിറ്റൈറ്റിസ് എന്ന് പറയുന്ന അതിൻ്റെ ഒക്കറൻസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്രാക്ടീസ് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിൽ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഫീഡിങ് കോൺസെൻട്രേറ്റ് അല്ല, ഓപ്ഷൻ ബി യൂറിയ മൊളസസ് ലിക്ക് അതുമല്ല, ഓപ്ഷൻ സി ടീറ്റ് ഡിപ്പിംഗ് ആണ് കറക്റ്റ് ആൻസർ, ആൻഡ് ഓപ്ഷൻ ഡി ഓട്ടോമാറ്റിക് വാട്ടർ ബൗൾ അല്ല.
നിങ്ങൾക്ക് ഓപ്ഷൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഓപ്ഷൻ സി ആണ്. അപ്പൊ നമുക്ക് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. ബാക്കി കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ടൈം കുറച്ച് വേറെ കുറച്ചുകൂടെ ആഡ് ചെയ്യാനുള്ളത് കൊണ്ടാണ് ഈ ആദ്യത്തെ 2 വീഡിയോസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം ഇട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ള വീഡിയോസിനകത്ത് ക്വസ്റ്റ്യൻ്റെ എണ്ണം കൂടുതലായിരിക്കും. പിന്നെ അറിയാലോ, നമ്മൾ ഓൾറെഡി ഒരു 10 പ്രാക്ടീസ് ടെസ്റ്റ് ഇട്ടിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 10ാമത്തെ പ്രാക്ടീസ് ടെസ്റ്റ് ഈ ഒരു ഇതിന് ശേഷം മാത്രമേ അപ്ലോഡ് ആകുള്ളൂ. കാരണം അത് അൺലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ്. കാരണം നമ്മൾ ആദ്യം ഇട്ട 9 പ്രാക്ടീസ് ടെസ്റ്റിനും വ്യൂസ് വളരെ കുറവായതുകൊണ്ടാണ് 10ാമത്തെ പ്രാക്ടീസ് ടെസ്റ്റ് അൺലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന് ശേഷം അത് വീണ്ടും റിലീസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ 9 പ്രാക്ടീസ് ടെസ്റ്റിനകത്ത് നിങ്ങൾക്ക് ഇതുപോലെ എക്സ്പ്ലനേഷൻസ് ഉണ്ടാവില്ല. ക്വസ്റ്റ്യൻസും ആൻസർ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും. ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. 50 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ വിതിൻ ടൈം നിങ്ങൾ ഒരു എക്സാം എഴുതുന്ന രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതൊരു വലിയ കാര്യമാണെന്ന് വിചാരിച്ചിട്ടാണ് ആ രീതിയിൽ പ്രാക്ടീസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്തത്. ഇനി നമുക്ക് എക്സാമിന് മുന്നേ ടൈം കിട്ടുവാണെങ്കിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് എക്സ്പ്ലനേറ്ററി രീതിയിൽ തന്നെ കുറച്ച് പ്രാക്ടീസ് ടെസ്റ്റ് കൂടെ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. തിയറീസും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിൽ തിയറി ക്ലാസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതാത് വീഡിയോസിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യുവാണെങ്കിൽ തിയറി ക്ലാസ് എടുക്കാനായിട്ടും ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും താഴെ കമന്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജിലും അവൈലബിൾ ആണ്. എൻ്റെ ഫേസ്ബുക്ക് പേജ് എഡ്യൂക്കേഷൻ പ്ലസ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. അഡീഷണൽ ക്വസ്റ്റ്യൻസിൻ്റെ ഇമേജസ്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് അവിടെയും പോയിട്ട് ക്വസ്റ്റ്യൻസ് വായിക്കാം. അപ്പോൾ വീഡിയോ ഫോർമാറ്റ് ആയിരിക്കില്ല, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വായിച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ ആൻസേഴ്സ് നിങ്ങളുടെ കമൻറ്റിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും ആൻസേഴ്സ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് ആണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആർക്കൊക്കെയാണോ ഇത് വേണ്ടത് അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.